നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 7 ചൊവ്വാഴ്ചയാണ്. മേടം 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 93 മണ്ഡലങ്ങളിലേക്ക്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ജനവിധി തേടുന്നത് 1351 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJP നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. രാവിലെ 10 മണിക്ക് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിൽ പങ്കെടുക്കും. നാടിനെ കണ്ണീരിലാഴ്ത്തിയ താനൂർ ബോട്ട് ദുരന്തത്തിന് ഇന്ന് 1 വർഷം. കഴിഞ്ഞ മെയ് 7 താനൂർ തൂവൽ തീരത്തുണ്ടായ ബോട്ട് അപകടത്തിൽ 15 കുട്ടികൾ ഉൾപ്പെടെ 22 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഇടുക്കിയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട്. ബുധനാഴ്ച വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. മഴ പെയ്യുന്നതിനായി തൃശൂരിൽ പ്രത്യേക പൂജ. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ്. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി. P. ജയരാജൻ വധശ്രമക്കേസിൽ RSS പ്രവർത്തകരായ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സംസ്ഥാനം സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. 2ാം പ്രതി ഒഴികെ 7 പേരെ ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത്. MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയെന്ന കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. പുനരന്വേഷണം വേണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജുവാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതോടെ കോൺഗ്രസ് പ്രതിരോധത്തിൽ. നിയമപോരാട്ടം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിച്ച് വീണ്ടും കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾ നൽകിയ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ റിമാൻഡിൽ തുടരുന്ന മാനന്തവാടി സ്വദേശി അരുൺ അടക്കം 8 പ്രതികൾ നൽകിയ ജാമ്യഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും ബഹിഷ്കരിക്കാൻ സംയുക്ത സമരസമിതി. INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ ടെസ്റ്റ് തടയും. ടെസ്റ്റ് ബഹിഷ്കരണത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയെങ്കിലും പരിഷ്കരണം അംഗീകരിക്കില്ല എന്ന് CITU. 23-ന് ഗതാഗത മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പ്രത്യക്ഷ സമരം തുടരും. SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് മന്ത്രി V. ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. മുൻ വർഷത്തെ അപേക്ഷിച്ച് 11 ദിവസം നേരത്തെയാണ് ഫലപ്രഖ്യാപനം. ഇന്ന് പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് പരീക്ഷാ ഫലത്തിന് അംഗീകാരം നൽകും. അന്തരിച്ച സംവിധായകൻ ഹരികുമാറിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. രാവിലെ മുതൽ പാങ്ങോട് ചിത്രാനഗറിലെ വസതിയിലും 12:30 വയലോപ്പള്ളി സംസ്കൃതി ഭവനിലും പൊതുദർശനം. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അന്തരിച്ച നടി കനകലതയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 11 മണിയോടെ തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. പാർക്കിൻസൺ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അതിരപ്പള്ളിയിൽ വനത്തിനുള്ളിൽ കാണാതായ വയോധികയ്ക്കായി തെരച്ചിൽ തുടരുന്നു. വാച്ചുമരം കോളനിയിലെ അമ്മിണിയെയാണ് കാണാതായത്. വിറക് ശേഖരിക്കാൻ പോയ ശേഷം മടങ്ങിവന്ന അമ്മിണി മറന്നുവെച്ച കോടാലി എടുക്കാൻ വീണ്ടും വനത്തിലേക്ക് പോവുകയായിരുന്നു. മൂവാറ്റുപുഴയിൽ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. മൂവാറ്റുപുഴ കുഴുമ്പിത്താഴം സ്വദേശി കൗസല്യയുടെ മരണത്തിലാണ് മകൻ ജോജോ പിടിയിലായത്. വാഗമൺ ചില്ലുപാലത്തിൽ രാത്രി സമയത്ത് അനധികൃതമായി കയറിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയ DTPC അധികൃതർ. ചില്ലുപാലം വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരാണ് പാലത്തിൽ ചെളി പുരണ്ടതും മദ്യക്കുപ്പിയും കണ്ടെത്തിയത്. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. തൃശൂർ വെളുത്തൂർ നമ്പൂർക്കാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മനക്കിലെ മീനൂട്ടി എന്ന നാടകം അരങ്ങേറി. പ്രദേശവാസികളായ സ്ത്രീകളും കുട്ടികളും അടക്കം 21 പേർ ചേർന്നാണ് അഭിനയിച്ചത്. സംവിധാനം വിനോദ് പാലിശ്ശേരി. കോട്ടയം മൂവാറ്റുപുഴ റൂട്ടിൽ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ചെയിൻ സർവീസ് ആരംഭിക്കണമെന്ന നിർദ്ദേശം ഉയരുന്നു. കോട്ടയം തൃശൂർ ഫാസ്റ്റ് പാസഞ്ചർ ചെയിൻ സർവീസ് കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം. മധ്യവേനൽ അവധി ആഘോഷിക്കാനായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വൻ തിരക്ക് കൂടിയത് കഴിഞ്ഞ 10 ദിവസമായി. കൂടുതൽ സന്ദർശകരും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത കുരുക്കും അതിരൂക്ഷം.
പൈപ്പ് ലൈനായി കുഴിയെടുത്ത ശേഷം ടാറിംഗ് നടത്താതെ റോഡിൽ മെറ്റൽ നിരത്തിയെന്ന് പരാതി. ദുരിതത്തിലായി നാട്ടുകാർ. സംഭവം കോട്ടയം ചെല്ലിയൊഴുക്കം YMCA റോഡിൽ. നിളയുടെ പാമ്പാടി ലക്കിടി തടയണയിലെ മണൽ നീക്കം ചെയ്ത് ജലസംഭരണ ശേഷി കൂട്ടണമെന്ന ആവശ്യം ശക്തം. മണൽ നീക്കാത്തതിനാൽ ഇത്തവണ വേനലിൽ തടയണ വറ്റി. പാലക്കാട് കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എന്ന് നാട്ടുകാർ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. അറസ്റ്റിലായത് കൊല്ലം ഓയൂർ ചെറിയ വെളുതന്നൂർ സ്വദേശി രതീഷ്. പേപ്പർ മിൽ തടയണ പുനർനിർമ്മിച്ചതോടെ കൊല്ലം കല്ലടയാറ്റിൽ പട്ടണ ഭാഗത്തെ ജലക്ഷാമത്തിന് ആശ്വാസം. കല്ലടയാറ്റിൽ 3 അടിയോളം ജലനിരപ്പ് ഉയർന്നു. തൃശൂർ ചിറങ്ങരയിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ പൂർത്തീകരണം വൈകും. കരാർ തുക കൈമാറാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാന സർക്കാർ അടിയന്തരമായി തുക ലഭ്യമാക്കണമെന്ന് പ്രദേശവാസികൾ. 1/2 കോടി രൂപ ചെലവഴിച്ചിട്ടും തൃശൂർ ഏനമാവിലെ പൊതുകുളം ഉപയോഗിക്കാനാകുന്നില്ല എന്ന് പരാതി. 2020 നവീകരണം നടത്തിയെങ്കിലും പുൽക്കാടുകൾ നിറഞ്ഞതിനാൽ ഉപയോഗിക്കാനാകുന്നില്ല എന്ന് നാട്ടുകാർ. അതിരപ്പള്ളിയിൽ മിനി ബസ് 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് പരിക്ക്. അപകട സമയത്ത് വാഹനത്തിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും തൃശൂർ ഉപ്പുങ്ങൽ കോൾപ്പാടത്ത് വൈക്കോൽ കെട്ടിക്കിടക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൈക്കോലിന് ആവശ്യക്കാർ കുറവാണെന്ന് കർഷകർ. പാറശാല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതി ചാടിപ്പോയി. ആലമ്പാറ സ്വദേശി മിഥുനാണ് രക്ഷപ്പെട്ടത്. തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ശാന്തിഗിരി ആശ്രമത്തിൽ നവ ഒലി ജ്യോതിർദർശനം ആഘോഷങ്ങൾ നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി, വി മുരളീധരൻ, വി ജോയ് എന്നിവർ പങ്കെടുത്തു. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷം. മീനച്ചിലാറ്റിലെയും തോടുകളിലെയും ജലനിരപ്പ് താഴുന്നു. മേതിരി, താന്നിപ്പാറ, നീരന്താനം പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ജൈവ വൈവിധ്യ പഠനോത്സവ ക്യൂസിന്റെ ബ്ലോക്ക് കോർപ്പറേഷൻ തല മത്സരം ഇന്ന്. പരിസ്ഥിതി, ജൈവ വൈവിധ്യം എന്നീ വിഷയങ്ങളെ അധികരിച്ചാണ് മത്സരം. പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് ബാലുശ്ശേരി കുറുമ്പയിൽ വയലട തലയാട് റോഡിൽ ഗതാഗത നിയന്ത്രണം നാളെ മുതൽ. റോഡിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകും വരെ നിയന്ത്രണം തുടരും. ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ കോളേജിൽ 2024-25 അധ്യയന വർഷത്തേക്ക് വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുകൾ. 29 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഭിമുഖം ഈ മാസം 14, 15, 16 തീയതികളിൽ നടക്കും. വിദ്യാർത്ഥികൾക്കായി മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, BTech എന്നിവ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ഓറിയന്റ് ട്രെയിനിംഗ്, ഇന്റേൺഷിപ്പ് സൗകര്യം, മികച്ച ലാബുകൾ, പരിചയസമ്പന്നരായ അധ്യാപകർ, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവയാണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത. ചങ്ങനാശ്ശേരി മലയക്കുന്നിൽ നാളെ ജലവിതരണം പൂർണ്ണമായും മുടങ്ങും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. തിരുവനന്തപുരം കിംസ് വിനോദ് നഗർ റോഡിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗത്തൊഴിലാളികളുടെ 2023 വർഷത്തെ അംഗത്വം പുതുക്കുന്നതിനുള്ള കാലാവധി നീട്ടി. ഈ മാസം 31 വരെയാണ് തീയതി നീട്ടിയത്. കനത്ത ചൂടിൽ വളർത്തുമൃഗങ്ങൾ ചത്താൽ നഷ്ടപരിഹാരം അനുവദിക്കും. ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് ധനസഹായം അനുവദിക്കുക. സർക്കാർ മൃഗാശുപത്രികൾ വഴി അപേക്ഷ സമർപ്പിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷ്യപത്രവും നൽകണം. കെൽട്രോൺ നോളജ് സെന്ററിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. ദേശീയ വാർത്തകൾ. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിൽ സ്ഫോടനം നടത്താനുള്ള മാവോയിസ്റ്റ് ശ്രമം തകർത്ത് പോലീസ്. ടിപ്പഗഡ് മേഖലയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡാൻസ് ചെയ്യുന്ന സ്വന്തം AI മീം പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിങ്ങളെപ്പോലെ താനും നൃത്തം ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചുവെന്ന് മോദി. മമതാ ബാനർജിയുടെ സമാനമായ AI മീം പങ്കുവെച്ചതിന് 2 അക്കൗണ്ടുകൾക്ക് കൊൽക്കത്ത പോലീസ് നോട്ടീസ് അയച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ്.
ഡൽഹിയിലെ പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള AICC നിരീക്ഷകരെ നിയമിച്ച് കോൺഗ്രസ്. സച്ചിൻ പൈലറ്റ്, ചൗധരി ബിരേന്ദർ സിംഗ്, ഡോക്ടർ CP ജോഷി എന്നിവരെയാണ് നിയമിച്ചത്. ത്രിപുരയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ പദ്ധതി. ഇതിനായി 15 ലക്ഷം വ്യത്യസ്ത ഇനത്തിലുള്ള വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന് മന്ത്രി അനിമേഷ് ദേബർമ. ജൂലൈ ആദ്യവാരം തുടങ്ങുന്ന പദ്ധതിയിൽ ഒരു ദിവസം 5 ലക്ഷം വീതം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഉത്തരാഖണ്ഡ് പൗരി ഗൽവാളിൽ കാട്ടുതീ അണയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചു. മഴ പെയ്യ്ക്കാൻ പൈലറ്റ് കൗണ്ട് സീഡിംഗ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനം. നഗരപ്രദേശങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കത്തിക്കുന്നതിന് നിരോധനം. ഉത്തരാഖണ്ഡിലെ കാട്ടുതീ സംബന്ധിച്ച ഹർജികൾ നാളെ സുപ്രീം കോടതിയിൽ. തീപിടുത്തത്തിൽ 90% മനുഷ്യനിർമ്മിതമാണെന്ന് ഹർജികളിലെ വാദം. ഡൽഹി ലോധി കോളനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊലപാതക കേസ് പ്രതി ജയിൽ ചാടി. സ്റ്റേഷനിലെ ബാത്റൂം വെന്റിലേറ്റർ വഴിയാണ് പ്രതി രക്ഷപ്പെട്ടത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. രാജസ്ഥാനിൽ ചൂട് കനക്കുന്നു. ഈ മാസം 10 വരെ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മുംബൈ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 10 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 8.37 കോടിയുടെ സ്വർണവും ഇലക്ട്രോണിക് സാധനങ്ങളും പിടികൂടി. ഊട്ടി കൊടൈക്കനാൽ സന്ദർശിക്കാൻ നാളെ മുതൽ ഇ പാസ് നിർബന്ധം. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യം. ഉഷ്ണതരംഗത്തെ തുടർന്ന് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി പഠനം. ദ്വീപ് മേഖലയിലെ പവിഴപ്പുറ്റ് ആവാസ വ്യവസ്ഥയുടെ ഏറിയ പങ്കും ബ്ലീച്ചിങ്ങിന് വിധേയമായതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. ഇന്ത്യൻ വംശജയായ സുനിത എൽ വില്യംസിന്റെ 3ാം ബഹിരാകാശ ദൗത്യം ഇന്ന്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ പൈലറ്റായാണ് സുനിതയുടെ യാത്ര. ഇന്ത്യൻ സമയം രാവിലെ 8:04 കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്യും. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധം ശക്തം. നിരാഹാര സമരവുമായി വിദ്യാർത്ഥികൾ. ഇസ്രയേലിന്റെ സമ്പൂർണ്ണ അക്കാഡമിക് സാംസ്കാരിക ബഹിഷ്കരണം തുടങ്ങിയവ ചർച്ച ചെയ്യാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തയ്യാറാകുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. പ്രധാന ബിരുദദാന ചടങ്ങ് റദ്ദാക്കി കൊളംബിയ സർവകലാശാല. ആഴ്ചകളായി ക്യാമ്പസിൽ നടന്നുവരുന്ന ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിനെ സന്ദർശിച്ച് ഇന്ത്യൻ പ്രതിനിധി ഗോപാൽ ബാഗ്ലി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. ആണവായുധ അഭ്യാസങ്ങൾ നടത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. പ്രഖ്യാപനം യുക്രൈന് യൂറോപ്യൻ നേതാക്കൾ ശക്തമായ സൈനിക പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ടെക്സാസിലെ വെള്ളപ്പൊക്കത്തിൽ 5 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ടെക്സാസിലുടനീളം ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പുതിയ വായ്പാ പദ്ധതിക്കായി IMF മിഷൻ ഈ മാസം വീണ്ടും പാകിസ്ഥാൻ സന്ദർശിക്കും. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. തായ്വാനിൽ ഭൂചലനം 5.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യാത്രാ പ്രദർശന മേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കം. പരിപാടി നടക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ. ഇന്ത്യയും മേളയിൽ സജീവ സാന്നിധ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവിനോദ പാർക്കുകളിലൊന്നായ അക്വാറിബിയ പാർക്ക് റിയാദിൽ അടുത്ത വർഷത്തോടെ തുറക്കും. 2 ലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. UAE ഫുജൈറയിൽ ജനവാസ മേഖലയിൽ കാട്ടുപൂച്ചയെ കണ്ടതായി റിപ്പോർട്ട്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കി പരിസ്ഥിതി മന്ത്രാലയം. വിദേശ ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിൽപ്പന വെട്ടിക്കുറച്ച് നൈജീരിയ. നടപടി ആഭ്യന്തര വിതരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ഡാനിയൽ ചാപ്പോയെ മൊസാംബിക്കിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഭരണകക്ഷിയായ ഫ്രിലിമോ പാർട്ടി. തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 9. ബ്രസീലിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 78ആയി. 155 പേർക്ക് പരിക്കേറ്റു. 103 പേരെ കാണാതായതായി വിവരം. ഗുയിബ നദി കരകവിഞ്ഞു. നോക്കാം ബിസിനസ് വാർത്തകൾ. ക്രൂഡ് ഉൽപാദനത്തിൽ റെക്കോർഡുകൾ തിരുത്തി അമേരിക്ക. എണ്ണ ഉൽപാദനത്തിൽ 5% വർധന. സാമ്പത്തിക ഞെരുക്കത്തിൽ ശ്വാസം മുട്ടി പാകിസ്ഥാൻ. പാൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. കറാച്ചിയിൽ പാൽ വില ലിറ്ററിന് 10 പാകിസ്ഥാൻ രൂപ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങി ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ IQO. ഈ മാസം 16 ഫോൺ വിപണിയിൽ അവതരിപ്പിക്കും.
ഇന്ത്യയിൽ മികച്ച വിൽപ്പനയുമായി നിസാൻ മോട്ടോഴ്സ്. ഏപ്രിലിൽ 3043 വാഹനങ്ങൾ വിറ്റഴിച്ചതായി റിപ്പോർട്ട്. യുഎസിലേക്ക് കുടിയേറുന്നതിനുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾക്ക് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തി ആമസോണും ഗൂഗിളും. ജീവനക്കാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയതിനു പിന്നാലെയാണ് കമ്പനികളുടെ നടപടി. ഇന്ത്യയിലേക്കുള്ള കടല ഇനി ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യും. പയർവർഗ്ഗങ്ങളുടെ വിലക്കയറ്റം നേരിടാൻ ഇന്ത്യ കടലയുടെ 40% തീരുവ ഒഴിവാക്കി. ഇന്ത്യയിലേക്ക് ആവശ്യമായ കടല കൃഷി ചെയ്യാനാണ് ഓസ്ട്രേലിയയുടെ പദ്ധതി. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ഔഡി ജൂൺ 1 മുതൽ വാഹന വില 2% വരെ വർദ്ധിപ്പിക്കും. ഉൽപാദന ചെലവ് വർദ്ധിച്ചതോടെയാണ് തീരുമാനം. ഇലക്ട്രിക് സ്കൂട്ടർ ആംപിയർ നെക്സസ് നിരത്തിലേക്ക്. 1.9 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്തതാണ് ആംപിയർ നെക്സസ്. ഗൂഗിളിന് സമാനമായി പ്രവർത്തിക്കുന്ന ChatGPT സെർച്ച് എഞ്ചിൻ വരുന്നു. ജനറേറ്റീവ് AI സവിശേഷതകളും സംയോജിപ്പിക്കുന്ന ഉൽപ്പന്നമായിരിക്കും ChatGPT സെർച്ച് എഞ്ചിൻ. സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ ആപ്പിളിനെ പിന്തള്ളി സാംസങ്. ഈ വർഷം ആദ്യം അവതരിപ്പിച്ച സാംസങ് ഗാലക്സി S24 ആണ് നേട്ടമായത്. നോക്കാം കായിക വാർത്തകൾ. IPL പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ് എതിരാളികൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി 2-ാം പാദത്തിൽ ബറൂസിയ ഡോട്ട്മുണ്ട് ഇന്ന് PSG നേരിടും. രാത്രി 12:30 PSG മൈതാനത്താണ് മത്സരം. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി പുറത്തിറങ്ങി. നീലയും ഓറഞ്ചും നിറത്തിലുള്ളതാണ് ജേഴ്സി. അഡിഡാസ് ആണ് ജേഴ്സി നിർമ്മാതാക്കൾ. ടി20 ലോകകപ്പിനുള്ള പാകിസ്ഥാൻ ടീമിന്റെ ജേഴ്സി പുറത്തിറക്കി. കൂട്ടായ്മയുടെ പ്രതീകം എന്നാണ് പുതിയ ജേഴ്സിക്ക് പാക് ക്രിക്കറ്റ് ബോർഡ് നൽകിയിരിക്കുന്ന വിശേഷണം. സൈജോ കുറുപ്പ്, നിരഞ്ജ് മണിയൻ പിള്ള രാജു, ദേവാനന്ദ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഗു എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. മനു രാധാകൃഷ്ണനാണ് സംവിധാനം. ചിത്രം ഈ മാസം 17-ന് തിയേറ്ററുകളിൽ എത്തും. എന്താ കുഴപ്പം? ഒരു പറമ്പിലും ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല, പക്ഷെ അവിടെയാണ് പ്ലോട്ട് ട്വിസ്റ്റ്. ഏതോ ബാധ കയറിയതാണത്രേ. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ ദറോസിന്റെ റിലീസ് ഡേറ്റ് പുറത്ത്. ചിത്രം ഓണം റിലീസായി. സെപ്റ്റംബർ 12-ന് തിയേറ്ററുകളിലെത്തും. ധ്രുവ് വിക്രമിനെ നായകനാക്കി മാരി സെൽവരാജ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടു. ബൈസൺ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. യുവതാരങ്ങൾ അണിനിരക്കുന്ന കട്ടീസ് ഗ്യാങ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. രാജ് കാർത്തിയുടെ തിരക്കഥയിൽ നവാഗതനായ അനിൽ ദേവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം ഈ മാസം 16-ന് തിയേറ്ററുകളിൽ എത്തും. ഇവനാണ് ആനക്കട്ടിയിലെ ആദ്യത്തെ ഡയറക്ടർ. പഠിപ്പിസ്റ്റ് ബാലു നീയാണ്? I am DM ബാലു മഹേഷ്. സംസാരിക്കാനായിട്ട് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന് ഇന്ന് ഈരാറ്റുപേട്ടയിൽ തുടക്കം. നവാഗതനായ തോംസണാണ് സംവിധാനം. ധർമ്മജൻ ബോൾഗാട്ടി, അസീസ് നെടുമങ്ങാട്, അഞ്ജു കുര്യൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. മുത്തപ്പന്റെ കഥ പറയുന്ന ശ്രീമുത്തപ്പൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇന്ന് നടക്കും. വൈകുന്നേരം 3 മണിക്ക് കൊച്ചി വെണ്ണല ഉദ്യാൻ കൺവെൻഷൻ സെന്ററിലാണ് ഓഡിയോ ലോഞ്ച്. ചന്ദ്രൻ നരിക്കോടാണ് സംവിധാനം. സാജിർ സദഫ് സംവിധാനം ചെയ്യുന്ന പട്ടാപ്പകൽ റിലീസിനൊരുങ്ങുന്നു. ചിത്രം ജൂൺ 28-ന് തിയേറ്ററുകളിലെത്തും. SP കൃഷ്ണശങ്കർ, കിച്ചു ടെല്ലസ്, സുധി കോപ്പ, രമേഷ് പിഷാരടി എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇനി നോക്കാം വൈറൽ ട്രെൻഡ്സ്. സിക്സ് അടിക്കാൻ മാത്രമല്ല ഗോൾ അടിക്കാനും സഞ്ജു സൂപ്പർ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന സെഷനിടെയുള്ള ഫുട്ബോൾ കളിക്കിടെയാണ് സഞ്ജുവിന്റെ കിടിലൻ ഗോൾ. ഈ ഭൂഗോളത്തിൽ
Why this man is called a genius? ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ്? സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കടുവയും കരടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഉത്തർപ്രദേശിലെ പിലിഭിത് ടൈഗർ റിസർവിൽ നിന്നുള്ളതാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഏറ്റുമുട്ടൽ ദൃശ്യം. നോക്കാമിനി ഫാക്ട് ചെക്ക്. കർണാടകയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പൊള്ളലേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. 2012 കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ MG സർവകലാശാല വൈസ് ചാൻസലറുടെ കോലം കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഡൽഹി തിലക് നഗറിൽ കാർ ഷോറൂമിന് നേരെ വെടിവെപ്പ്. 4 പേർക്ക് പരിക്കേറ്റു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. രാജസ്ഥാനിലെ കോട്ടയിൽ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ച് ഉത്തരവിറക്കി വിദ്യാഭ്യാസ ഡയറക്ടർ. ജീവനക്കാർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്തിമവാദത്തിനാണ് കേസ് ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരാകും കേസ് പരിഗണിക്കുക. അനധികൃതമായി രാജ്യത്തെത്തിയ 20-ലധികം അഭയാർത്ഥികളെ തടവിലാക്കി തുർക്കി സുരക്ഷാ സേന. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഈജിപ്ത്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് തടങ്കലിൽ ഉള്ളത്. സ്വകാര്യവൽക്കരണ വിഷയങ്ങളിൽ ഫെഡറൽ സർക്കാരുമായി സംസാരിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച് പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി ചെയർമാൻ ബിലാവൽ ഭുട്ടോ സർദാരി. ഷെറി റഹ്മാൻ, സയ്യിദ് നവീദ് ഖമർ എന്നിവരും പട്ടികയിൽ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മോഷണക്കുറ്റം ആരോപിച്ച് അമേരിക്കൻ സൈനികനെ റഷ്യ തടവിലാക്കിയെന്ന് വൈറ്റ് ഹൗസ്. വിവരം പുറത്തുവിട്ട് US ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി. റോക്കറ്റിലെ ഓക്സിജൻ വാൾവിൽ തകരാറിനെ തുടർന്ന് ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു. തകരാർ കണ്ടെത്തിയത് വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുമ്പ്. പേടകത്തിൽ കയറിയ സഞ്ചാരികളെ തിരിച്ചിറക്കി. സുനിത വില്യംസും ബുച്ച് വിൽമോറുമായിരുന്നു സഞ്ചാരികൾ. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ്. തീരുമാനം ഹമാസ് തലവൻ ഇസ്മായേൽ ഖനിയ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചു. നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഇസ്രയേൽ. ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തെ അയക്കും.